ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീൻ മുട്ട കൊണ്ടൊരു ഐറ്റം വേണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിൽ പോയിട്ട് സാധനമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കഴുകി നല്ല വൃത്തിയാക്കാൻ പോവാ. ഞാനിത് ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ ഉള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളി ചെറുത്, അതെടുത്തിട്ട് നന്നായി ചതച്ചിട്ട് അതിൽ ചേർക്കുക. അപ്പം അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചതച്ചുകൊണ്ടിരിക്കണതും ചേർക്കണതൊക്കെ. നല്ല പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ടേ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വരെ കുറച്ച് നേരം അതൊന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവണ വരെ കുറച്ച് നേരം അതവിടെ വെറുതെ അങ്ങോട്ട് ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കാം. ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം നല്ലൊരു ചട്ടി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചേക്കണ മീൻമുട്ട അതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം എല്ലായിടത്തേക്കും ആ വെളിച്ചെണ്ണയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൊരിയാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കൊടുക്കണ്ട. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ അടിയിലൊന്ന് പിടിക്കും എന്നാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളറിൽ വന്നുട്ടാ എല്ലാം, കണ്ട. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതലത് സെറ്റ് ആവണതിനനുസരിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻമുട്ട സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി, ഉപ്പൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല, ഒക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് നല്ലൊരു വാഴയില വെട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മീൻമുട്ടേനെ മീൻമുട്ട എന്ന് മാത്രമല്ല കേട്ടോ പറയാ, പലിഞ്ഞെന്നും കൂടി പറയും. അപ്പോൾ ചോറിലേക്ക് പലിഞ്ഞിന് ഇട്ട് കൊടുത്തു. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കഴിക്കാനുള്ളൊരു സെറ്റപ്പിലായിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ മീൻമുട്ട റോസ്റ്റ്. താങ്ക് യു.